ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മകയിരം നക്ഷത്രത്തിൻ്റെ 2025 നവംബർ ഡിസംബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് മകയിരം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഈ പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ മകയിരം നക്ഷത്രത്തിൽ പിറന്നവർക്ക് 2025 നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടത്തിൻ്റെ കാലമാണ് കാണുന്നത്. നാനാദിക്കിൽ നിന്നും സാമ്പത്തികപരമായിട്ടുള്ള ആഗമനം നിങ്ങൾക്കുണ്ടാകും. അതോടൊപ്പം തന്നെ ദീർഘനാളായിട്ട് രോഗശൈലിയിൽ നിന്നവർക്കൊക്കെ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാവുന്ന ഒരു സമയവും കൂടിയാണ് ഈ നവംബർ ഡിസംബർ മാസം. നിങ്ങൾ സ്വജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന ഒരു സമയമാണ് ഈ നവംബർ ഡിസംബർ മാസം. എന്നാൽ അവരുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര പരിഗണന ലഭിക്കണമെന്നില്ല. നിങ്ങൾ സമാന ചിന്താഗതിക്കാരുമായിട്ട് അടുത്തു കൂടുന്ന ഒരു സ്ഥിതി വിശേഷം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ബിസിനസ് ആയിക്കോട്ടെ, മറ്റേത് പ്രൊഫഷണൽ ആയിക്കോട്ടെ, നിങ്ങളുടെ ചിന്താഗതിയുമായിട്ട് അനുയോജിച്ച് പോകുന്നവരുടെ ഒരു കൂട്ടായ്മയുമായിട്ട് നിങ്ങൾ അടുത്തു കൂടും. നിങ്ങൾ ശുഭ വാർത്തകൾ കേൾക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അഭിമാന ബോധം മൂലം ദോഷകരമായിട്ടുള്ള പലതും നിങ്ങൾക്ക് സഹിക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. നിങ്ങൾ നിങ്ങളുടെ വരവിനേക്കാൾ കൂടുതൽ ചിലവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ പോക്കറ്റ് കാലിയായി മാറുന്നതാണ്. എന്ന് വെച്ചാൽ വരവിനോടൊപ്പം തന്നെ ചിലവ് വന്നു കഴിഞ്ഞാൽ മിച്ചം പിടിക്കാൻ വളരെ പ്രയാസമായിരിക്കുമെന്ന് സാരം. നിങ്ങൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളാകപ്പെട്ട ചില അപവാദങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാഹചര്യമുണ്ട്. ഇതിലെടുത്ത് പറയേണ്ട 3, 9, 14, 19, 23, 27, 29 എന്നീ തീയതികൾ നിങ്ങൾക്ക് ഒട്ടും ശുഭകരമല്ല. ഈ സമയത്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, പുതിയ തൊഴിലാരംഭം കുറിക്കുക, ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും തന്നെ നല്ലതല്ല. ജീവിതത്തിൽ ചില ദോഷഫലങ്ങളൊക്കെ ഡിസംബർ 2ാം ഭാഗത്തോടുകൂടി ആകുമ്പോൾ, പകുതിയോടുകൂടി ആകുമ്പോൾ കാണുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഗുണകരം തന്നെയാണ്, ഉയർച്ചയായിട്ട് കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതായിട്ട് മാറുന്നതാണ്. കോടതി കേസുകൾ വിധി അനുകൂലമായിട്ട് ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ഡിസംബർ മാസം അവസാനത്തോടുകൂടി ധനലാഭം നിങ്ങളുടെ ഉച്ചസ്ഥായിലെത്തുന്നതാണ്. ഏത് ബിസിനസ് ചെയ്യുന്നവർക്കായിട്ടാണെങ്കിലും ഉദ്യോഗസ്ഥർക്കാണെങ്കിലും നാനാദിക്കിൽ നിന്നും ധനലാഭം ഉണ്ടാകുന്നതാണ്. രോഗങ്ങളിൽ നിന്ന്, കടുത്ത രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തിമേറി സാധാരണ ജീവിതത്തിലേക്ക് നിങ്ങൾ വരാൻ പലർക്കും സാധിക്കുന്നതാണ്. സ്വകുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നു. സ്വകുടുംബത്തിൽ സന്തോഷം തന്നെയാണ് കാണുന്ന ഡിസംബർ മാസം. നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടി നിങ്ങൾ അങ്ങേയറ്റം പ്രയത്നിക്കേണ്ട സമയമാണ്, അഹോരാത്രം പ്രയത്നിക്കേണ്ട സമയമാണ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിനുള്ള റിസൾട്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ അവസാനം അച്ചീവ് ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളുടെ കഠിന പ്രയത്നത്തിനുള്ള പ്രതിഫലം ദൈവം തരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ഉറ്റ ബന്ധുക്കളൊക്കെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്, നിങ്ങളെ ആശ്ചര്യപ്പെടുന്നതാണ്. അതിൽ നിങ്ങൾ നനച്ചിരിക്കാത്ത നേരത്ത് നിങ്ങൾക്ക് പല രീതിയിലും ബന്ധുക്കൾ സഹായകരമായി മാറുന്നതാണ്. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് വരുന്ന സമയമാണ്. ധനസ്ഥിതി തീർച്ചയായിട്ടും മെച്ചപ്പെടും. എന്നാൽ യാത്രാവേളയിൽ പ്രാർത്ഥന കൈവിടാതെ സൂക്ഷിക്കുക. ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് മാത്രം ദീർഘയാത്രകൾ തുടങ്ങുന്നതായിരിക്കും നല്ലത്. കഴിയാവുന്ന അസമയത്തുള്ള രാത്രികാലത്തെ യാത്ര ഒഴിവാക്കുന്നതാണ് ഈ സമയങ്ങളിൽ നല്ലത്. നിങ്ങൾ ഈ 2 മാസങ്ങളിൽ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. നിങ്ങൾ പുണ്യസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ ദർശിക്കേണ്ട സമയമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ സുബ്രഹ്മണ്യ ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ സർവ്വ ദോഷങ്ങളും മാറി നിങ്ങളുടെ കർമ്മരംഗം പുഷ്ടിപ്പെട്ട് നിങ്ങളുടെ സൽഫലങ്ങളുടെ കാഠിന്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഭഗവാന് പാലഭിഷേകം, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പാലഭിഷേകം, 21 നാരങ്ങകൾ കോർത്ത നാരങ്ങമാല, നാരങ്ങ വിളക്ക് എന്നിവ സമർപ്പിക്കുന്നതും ഗുണകരമാണ്. അന്ന് സ്കന്ദപുരാണ പാരായണം, നിങ്ങൾ ഷഷ്ടിവ്രതം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ പഴനി ദർശനം നടത്തുക, തലമുണ്ടനം ചെയ്യുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. എല്ലാം നല്ലതിനായിട്ട് മാറട്ടെ. ഭഗവാന്റെ കൃപ കടാക്ഷത്താൽ എല്ലാവർക്കും നല്ലൊരു മാസം ഉണ്ടായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.